ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുകയാണ്. എയ്ഡ്സ് രോഗികളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന ഒരു സമൂഹം ലോകത്തുണ്ടെന്ന് ബോധ്യപ്പെടുന്ന ഒരവസരം കൂടിയാണ്. ഒപ്പം എയ്ഡ്സിനെ കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരം കൂടിയാണ് ഡിസംബർ 1. നമ്മുടെ സംസ്ഥാനവും നമ്മുടെ രാജ്യവും ചില ലക്ഷ്യങ്ങൾ ഇതിനു വേണ്ടി നിർണ്ണയിച്ചിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എയ്ഡ്സ് രോഗബാധിതരായ ആൾക്കാരിൽ 95% നമുക്ക് അവരെ കണ്ടെത്താം, അവരുടെ സ്റ്റാറ്റസ് HIV സ്റ്റാറ്റസ് അറിയാൻ സാധിക്കുന്ന ഒരു ലക്ഷ്യം. ആ കണ്ടെത്തിയവരിൽ 95%-നെയും നമുക്ക് ചികിത്സക്ക് വിധേയമാക്കാൻ സാധിക്കണം. ആ ചികിത്സക്ക് വിധേയമാക്കിയവരിൽ 90%-നെയും അവരുടെ വൈറൽ ലോഡ് ഒരു റെപ്ലിക്കേഷൻ ഒഴിവാക്കി കൺട്രോളായിട്ട് അവരെ കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ളതാണ് ലക്ഷ്യം. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തും നടന്നു വരുന്നുണ്ട്, രാജ്യത്ത് നടക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ജനങ്ങൾ അറിയുക എന്നുള്ളതാണ് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം. നമ്മുടെ ജില്ലയിൽ എന്തൊക്കെ സംവിധാനം ഇതിനു വേണ്ടി ഡോക്ടർ സ്വപ്ന ജില്ലാ DB ഓഫീസർ എയ്ഡ്സ് കൺട്രോൾ ചാർജ് ഓഫീസർ സംസാരിക്കുന്നതാണ്. ജില്ലയിൽ എയ്ഡ്സ് രോഗത്തിന്റെ ആ ലക്ഷണങ്ങൾ കണ്ടുപിടിച്ച് ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി ICTC-കളുണ്ട്. അതിന്റെ പേരാണ് ജ്യോതിഷ് എന്ന പേരിലാണ് ICTC-കൾ ഉള്ളത്. 6 ICTC-കളാണ് ജില്ലയിൽ ഉള്ളത്. അത് മെഡിക്കൽ കോളേജ്, പിന്നെ ബീച്ച് ആശുപത്രി, അതായത് ജനറൽ ആശുപത്രി, WNC ആശുപത്രി, താലൂക്ക് ആശുപത്രി കൊയിലാണ്ടി, പിന്നെ വടകര DH-ഉം CHC തലക്കലത്തൂരിലാണ് ICTC-കൾ ഉള്ളത്. ഇതുകൂടാതെ ഫെസിലിറ്റി അറ്റാച്ച്ഡ് ICTC എന്ന് പറഞ്ഞ പല ആരോഗ്യ സ്ഥാപനങ്ങളിലും, ഗവൺമെന്റ് തന്നെ പല ആരോഗ്യ സ്ഥാപനങ്ങളിലും ലാബ് ടെക്നീഷ്യന്മാരെയും ഈ സ്റ്റാഫ് നഴ്സിനെയും ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ ICTC-കളായിട്ട് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത്, നമ്മുടെ ഈ രോഗം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, അതായത് പോസിറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ട്രീറ്റ്മെന്റിന് വേണ്ടി വിടുന്ന സ്ഥലമാണ് ART സെന്റേഴ്സ്, അല്ലെങ്കിൽ ഉഷസ് എന്ന് പറയും. ഈ ART സെന്റർ നമുക്ക് ജില്ലയിലുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. അവിടെയാണ് ഇതിന്റെ ചികിത്സയും അതിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നത്. ആ ART സെന്ററിൽ തന്നെ കെയർ ആൻഡ് സപ്പോർട്ട് സെൽ എന്ന് പറഞ്ഞ ആ ഒരു ഇതുണ്ട്. അവർക്ക് രോഗികൾക്ക് ഇമോഷണൽ സപ്പോർട്ടും കൗൺസിലിങ്ങും എല്ലാം അവിടെ കൊടുക്കുന്നതാണ്. ഇത് കൂടാതെ നമുക്ക് പുല്ലറി എന്ന് പറഞ്ഞ ഡെസിഗ്നേറ്റഡ് RTI STI ക്ലിനിക്കുകൾ, അതായത് റിപ്രൊഡക്റ്റീവ് ഇൻഫെക്ഷനും അതായത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിന്റെ ക്ലിനിക്കുകൾ ജില്ലയിൽ നടത്തുന്നുണ്ട്. അത് 2 സ്ഥലങ്ങളിലാണ് ഉള്ളത്. നമുക്ക് ജനറൽ ആശുപത്രിയിലുണ്ട്, പിന്നെ മെഡിക്കൽ കോളേജിലുണ്ട്. ഇത് അവർക്ക് ഉള്ള ചികിത്സ എല്ലാം തന്നെ അവിടെ സൗജന്യമാണ്, ടെസ്റ്റിങ്ങും അവിടെ സൗജന്യമാണ്. ഇത് കൂടാതെ നമുക്ക് പ്രിസൺ ഇന്റർവെൻഷൻ പ്രോഗ്രാം എന്നും പറഞ്ഞ് നടത്തുന്നുണ്ട്. അത് സാധി എന്നും പറഞ്ഞൊരു NGO-യുടെ നേതൃത്വത്തിലാണ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാമും കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി അത് കൂടുതലായിട്ട് പ്രാവർത്തിക തലത്തിലോട്ട് കൊണ്ടുവരുന്നത്. അവർ ചെയ്യുന്നത് പ്രിസണുകളിൽ പോയിട്ട് ഈ വൾനറബിൾ ഏരിയാസിൽ, അതായത് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള അസുഖങ്ങൾ, ഈ അസുഖം വരാൻ സാധ്യത ഉള്ളിടത്ത് പോയി ടെസ്റ്റിംഗ് ചെയ്യുക, അവരെ സ്ക്രീൻ ചെയ്യുക. പിന്നെ അവരിൽ ഈ HIV, അത് കൂടാതെ TB-യുടെയും കൂടെ അതിൻ്റെ കൂടെ സ്ക്രീനിങ് നടക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഈ കെയർ ആൻഡ് സപ്പോർട്ട് സെല്ല്, അത് ഞാൻ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്.